പ്രീ വർക്കൗട്ടായിട്ട് വരും. വീണ്ടും പ്രീമിയം വർക്കൗട്ട് ബ്ലോഗ് വിത്ത് നോ രാജേഷ്. പ്രീ വർക്കൗട്ട് ഇവിടെ ഇത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരാള് നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോ ആചാര്യന്മാര് കാണിച്ചിരിക്കുന്നത് ഓ കുടിച്ചാത്തോ എന്റെ കയ്യിലാക്കി കൈ എഴുതട്ടെ. എടാ അങ്ങനെയാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 സ്കൂപ്പ് ഇടാം. മുക്കി കയറി ഒരു സ്കൂപ്പും കൂടി ഇടാം. ആ വെള്ളം ഒഴിക്കണ്ട, തണുത്തുള്ള ഒഴിച്ചാൽ മതി. ഇതിനകത്തിനടി അടുത്തത് അത് മറ്റേ സാധനം സിലിക്കാജല്ലോ. ഓ ഗ്രീൻ ആപ്പിളാ കേട്ടോ. പക്ഷെ എടീത് മണത്താ മതി. തുറന്ന് നല്ല കുലിക്കിട്ട് കണ്ടോ മണക്ക് അല്ലേ? അപ്പോഴേ കിക്ക് കിട്ടും. വെള്ളം കൂട്ടിട്ട് വരാം. അരവടയാത്. എടാ വലിയൊരു ഹിക്കി. ഇത്രയും വലിയതോ? കൊതുകിന്റെ ചെറിയ കൊതുക് വരയും കുറിയൊക്കെ വന്നു. വിളിച്ചില്ല, പോങ്ങട്ട്. അയ്യോ സോറി, ഞാൻ അവനെ ക്യാമറയിൽ എടുക്കാണ്ടിരിക്കാൻ. എഡിറ്ററിന്റെ സ്വാതന്ത്ര്യം. നിങ്ങളെന്താ കാണിക്കണം? 3 4 5 6 7 8 9 10 40 12:30. അമ്മച്ചി മോന്തൊക്കെ അടി കിട്ടോട്ടോ. 12:30യോ? പോട്ടെ. 5 തന്നെയൊന്നും പോവില്ല. മതിയില്ലേ? അടുത്തെടുക്കാം. ഇതോടെ ഉള്ളു, തീർന്നു. ലാസ്റ്റ് സെറ്റ് അടിച്ചു പോട്ടെ. 2 ഈസി 3 ഈസി 4 5 6 വാ വാ. 7 8 ഞാനിപ്പോ ബോഡി ബിൽഡിംഗ് ആണോ പവർ ലിഫ്റ്റിംഗ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. നിങ്ങൾക്ക് ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? അങ്ങനെ ചോദിച്ചേ. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ വെയിറ്റ് പുഷ് ചെയ്ത് ചെയ്യണ്ടേ? കട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ പകുതിയെങ്കിലും സ്പാം ചെയ്യാൻ പറ്റുമോ? അയ്യോ ഞാനില്ല. അയ്യോ ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് അതിനകത്തൊന്ന് തൂങ്ങി നോക്കണം. ഇതിലാടാ മറ്റേ ഉള്ളപ്പോ ഈസി 2 ഈസി 3 4 5 അയ്യോ നമ്മൾ മറ്റേ വീഡിയോക്കകത്ത് ആദ്യം പറഞ്ഞില്ല. മിസ് കേരള അവസാനമാ. ട്വിസ്റ്റ് ആണോ? 9 10 ഇൻട്രോ അവസാനം എടുക്കുന്നത്. നേരെ നോക്കി അവിടെ നോക്കി. ഈസി സീൻ തന്നെ നീ അറിഞ്ഞാലേ വയ്യ. 10 ഞാൻ പവർ ലിഫ്റ്റിംഗ് നോക്കിയില്ല. 10 kg അൺലോക്ക്ഡ്. അൺലോക്ക്ഡ് എന്ന് പറയില്ല, അനങ്ങിന്നാ പറയാൻ പറ്റുള്ളൂ. അതിന് അനങ്ങിന്ന് പക്ഷെ എനിക്കൊന്ന് ആദ്യത്തെ നന്നായിട്ട് പോയിരുന്നു. അതാ അതിനകത്ത് എളുപ്പമുണ്ട്. 10 20 അടുത്തടിക്കാം. ഇപ്പം 20 3 സെറ്റ് നിർത്തതല്ല.
എന്നെക്കൊണ്ട് വയ്യ. ഇനി ഏതാ പവർ ലിഫ്റ്റിംഗ് പോലെ ഇത് ചെയ്യാം, വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുക? എന്താ നമ്മൾ ചെയ്യാത്തേ? 3 ചെയ്തു. ഡെഡ് ലിഫ്റ്റ് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. താങ്ക് യു. അടിക്ക്. തുടങ്ങിയോ? തുടങ്ങി. റെഡി 1 2 3 സ്റ്റാർട്ട്. വീണാണെങ്കിൽ പിടിച്ചേക്കണേ. കൈ ഈസി 1 പോട്ടെ. 2 പോട്ടെ. 3 4 പോവും. ഭീകരൻ തന്നെ. അടുത്ത നെക്സ്റ്റ് സെറ്റ്. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പുള്ളപ്പം കൂടി എടുത്ത് നോക്കിയാലോ? ദൂരമുണ്ട്. ഇപ്പൊ പിസ്സ കഴിക്കാത്തവൻ കഴിക്കുമ്പോ അതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്ത് നോക്കണമല്ലോ. ഇതിന്റെ ഹൈറ്റ് കൂടിയാന്നോ സംശയം. ഹൈറ്റ് ഇത് ഹൈറ്റ് കൂടിയോ അതോ എൻ്റെ ഹൈറ്റ് കുറഞ്ഞു? ഡിപ്സ് ആയതുള്ളൂ, രണ്ടാമത്തെ ആയതുള്ളൂ. ചാട്. അമ്മച്ചി വാ. മീ 2 വേണ്ട, പറ്റത്തില്ല. ഞാനേ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയത്. അല്ല, ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. എത്ര 30 കിലോയാ? ആ, PR ബ്രേക്ക് ചെയ്യാൻ പോവാ. അയ്യോ, ക്യാമറ താന്നത്. ഇപ്പൊ വെയിറ്റ് കാണത്തില്ല. 30. ഓക്കെ, മുഖത്ത് എക്സ്പ്രഷൻ കുറച്ച് കൊണ്ടുവന്നേ. പൊക്കാൻ പറ്റുന്നില്ല. ആ, ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ പാടെങ്ങനെയാണോ അതടിച്ച്. അന്ന് ഇതെനിക്ക് പാട്. അമ്മച്ചി അയ്യോ, വെയിറ്റ് കാണത്തില്ല. ഐഡിയ കൊള്ളായിരുന്നു, പക്ഷേ പൊങ്ങുമ്പോ വെയിറ്റ് അടിയിലില്ല. അത് എഡിറ്റ് ചെയ്തിടാൻ പറ്റൂല. ബുദ്ധി കുറച്ച് കൂടിപ്പോയ എൻ്റെ. എനിക്ക് ബുദ്ധിയുണ്ട്, ഇവർക്കില്ലാത്ത. വാ പോകാം. പോകുന്നില്ല, ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഇതാ അത് അയ്യോ, ഇങ്ങനെ ഇംപ്രസ് ചെയ്യും. എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് കഞ്ചാവ് എന്തൊക്കെയോ കലക്കി. ആ കളർ വേപ്പല ഉണക്കാനിട്ടതല്ലേ അത്? വേപ്പല ഉണക്കാൻ. നാളെ ഓടാൻ അതെ, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ 10:45 വീട്ടിൽ കയറില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന്. എന്നിട്ട് അമ്മയ്ക്ക് ഇന്നലെ പിസ്സ കൊടുത്തപ്പോ അമ്മയുടെ മനസ്സ് അലിഞ്ഞില്ല. അമ്മ കഴിച്ചില്ല. അമ്മ എനിക്ക് വേണ്ടത് അവിടെ വെച്ചിട്ട് എന്തോ ചീത്ത പറഞ്ഞെ. ഞാൻ ഓക്കെ ഡോണക്ക് പിസ്സ കഴിച്ചപ്പോ രണ്ടോട് ചാടി ഓടി. ആ പിസ്സ എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ എടാ, വിനായകനെ പിടിച്ചില്ലേ? വിനായകനെ ഇറക്കിയാലോടാ. ഇല്ലാത്തവനായി പോലും ഇവൻ. 5 വർഷം കഴിഞ്ഞില്ലേ? 5 വർഷത്തിന് എനിക്ക് പറഞ്ഞിട്ട് പറ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ അപ്പർ ചെസ്റ്റിന്റെ ഏറ്റവും നല്ല വർക്കൗട്ട് ഇത്. ഗില്യോട്ടിൻ പ്രസ് എന്ന് പറയും. മിക്കവർക്കും അറിയത്തില്ല. അപ്പർ ചെസ്റ്റ്, ട്രൂ അപ്പർ ചെസ്റ്റ് ഹിറ്റ് ആകും. ലൈക്ക് നമ്മളിപ്പം ഒരു ഇൻക്ലൈൻ പ്രസ് കൊടുത്താലും അത് ആദ്യമേ ഒന്ന് ഡെവലപ്പ് ആയി വരണ്ടേ. ആ ചെസ്റ്റ് അത്യാവശ്യത്തിന്, അപ്പർ ചെസ്റ്റ് അത്യാവശ്യത്തിന് ഡെവലപ്പ് ആയാലേ ഇത് ചെയ്യാൻ പോവുള്ളൂ. പക്ഷെ ആ ഡെവലപ്പ് ആയ ഒരാൾക്ക് റിസ്ക് എന്ന് പറ. ആദ്യമായിട്ട് ഒരു ബിഗിനറിന് ഒരിക്കലും ഇത് കയറി ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഷോൾഡർ സ്ട്രെങ്ത് വേണം. പിന്നെ ആണെങ്കിൽ അത്യാവശ്യം അപ്പർ ചെസ്റ്റ് ഡെവലപ്മെന്റും വേണം. അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടെ അപ്പർ ചെസ്റ്റിന് ഡെഫിനിഷനും കുറച്ചും കൂടെയും
ആ ഒരു മാസം കയറാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുല്യോട്ടിൻ പ്രസ് എന്ന് പറഞ്ഞുള്ള ഈ പ്രസ്സാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാർബൽ കറക്റ്റ് നമ്മുടെ ത്രോട്ടിൻ്റെ ഇങ്ങോട്ട് അതാക്കുന്നത്. കൈ നല്ല രീതി വൈഡായിരിക്കും ആൻഡ് പ്രസ് ചെയ്യും, മാക്സിമം ഡൗൺ ചെയ്യും, എന്നിട്ട് പ്രസ് ചെയ്യും. അതാ ഈ പ്രസ് എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴും ഒരാളെ പുറകെ പിടിച്ച് നിർത്തണം. ക്ലോസ് വെച്ചോ വേണേല്. ഇതാ നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല രീതി വൈഡായിട്ട് പിടിക്കണം. വൈഡാണേ. ഇട്ടേക്ക് ഞാൻ അടിച്ചോളൂ. എന്നിട്ട് നേരെ ത്രോട്ടിൻ്റെ ഇങ്ങോട്ട് താക്കുക, ലൈക്ക് ഫുള്ള് താക്കുക. അപ്പോൾ അപ്പർ ചെസ്റ്റ് സ്ട്രെച്ച് ആണെന്ന് അറിയാൻ വേണ്ടി പറ്റും. കൈ ഇങ്ങനെ ഒരിക്കലും വെക്കല്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കണം. കണ്ടോ, ഇവിടുന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഫുള്ളാക്കുക, പ്രസ് ചെയ്യുക. Easy 3, 4, easy 5, 6, easy 7, 8, 9. മാസാണ് ജീവ. ആ ഓക്കെ, അടിച്ചു. ഡു നോട്ട് ട്രൈ ദിസ്. സോ മറ്റ് അതിരട്ടെ അടിയിൽ. ഈ സാധനം സപ്പോർട്ട് ഇല്ലാണ്ട് അടിക്കാൻ പറ്റൂലല്ലേ? ഞാനടിക്കും. നീ ട്രെയിനർ, നീ മിണ്ടാണ്ടിരി. ചത്തുപോകും പക്ഷെ എന്നേലും. അതെ, നീ ഈ ഗ്രിപ്പ് പിടിക്കല്ലോ കേട്ടോ ഗൈസ്. ഇത് ക്ലീനാ, നീ ഒന്ന് നോക്കി. ഉണ്ട്, ഇവളടിക്കും അവൾക്ക് സ്ട്രെങ്ത് ഉണ്ട്. നീ തന്നെ അടിക്കണം പോട്ടെ. അവിടെ